ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അഭിഷേകത്തെക്കുറിച്ചാണ്. അഭിഷേകം എന്ന് പറഞ്ഞാൽ എന്നാണ്? അതിനെക്കുറിച്ചൊരു 4-5 സെഷന് 6-7 സെഷൻസ് കണ്ടിന്യൂസ് ആയിട്ട് എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നു അഭിഷേകത്തെക്കുറിച്ച്. അതോടൊപ്പം തന്നെ നമുക്ക് അപ്പോസ്തല പ്രവൃത്തി ബൈബിൾ പഠനമുണ്ട്. ഇതിലോ അത് ഓൾറെഡി പാർട്ട് 4 ആയിട്ടുള്ളൂ, ചാപ്റ്റർ 3 വരെ എത്തിയിട്ടുള്ളൂ. അത് ഇംഗ്ലീഷും മലയാളത്തിലുണ്ട്. ഈ അഭിഷേകത്തെക്കുറിച്ച് ഇംഗ്ലീഷിലും മലയാളത്തിലുണ്ട്. തുടർമാനമായിട്ട് പല ലാംഗ്വേജിലും എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. റൈതലോ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് കിട്ടിയ ആ കഴിവുകൾ പറ്റുന്ന പോലെ നമുക്ക് ഉപയോഗിക്കാം. റൈതലോ അല്ലെങ്കിൽ ആരെങ്കിലും രക്ഷിക്കപ്പെടട്ടെ, നിത്യരക്ഷയിലേക്ക് വരാം. ഈ വചനം കേൾക്കുന്ന വഴിയായിട്ട് ഒരാളെങ്കിലും അഭിഷേകം പ്രാപിക്കുവാണെങ്കിൽ, റൈതലോ കർത്താവിൻ്റെ അഭിഷേകത്തിലേക്ക് വരുവാണെങ്കിൽ കർത്താവിന് അവരെക്കുറിച്ച് അവരിലൂടെ വൻ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. റൈതലോ അല്ലെങ്കിൽ അവിടെ എന്നെ കേൾക്കുന്ന എല്ലാവരും ഓർത്തിയും കർത്താവ് ഞാൻ സ്തോത്രം ചെയ്യുന്നു. അപ്പൊ ഇന്ന് ഒരു മിനിറ്റ് പ്രാർത്ഥിക്കാം. പിതാവ് നന്ദിയോടെ സ്തുതിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കർത്താവെ, ഇന്ന് എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തിയോർത്ത് കർത്താവെയും പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ കർത്താവെ, എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തിയോർത്ത് കർത്താവ് യേശുവിന്റെ തിരത്തൊഴിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ അഭിഷേകത്തെക്കുറിച്ച് കർത്താവ് ഇന്ന് സംസാരിക്കുമ്പോൾ അനേകം ആൾക്കാർക്ക് കർത്താവിന്റെ അഭിഷേകത്തിൽ ഉള്ള നിറവ് കൊടുക്കുക, വിഷയത്തെ പറ്റിയുള്ള അറിവും അതേപോലെ തുടർമാനമായിട്ട് വിശുദ്ധാത്മാവിന്റെ അഗ്നി അഭിഷേകം പ്രാപിക്കാനുള്ള കൃപയും കൊടുക്കുന്നവർക്ക് കർത്താവ് നന്ദി പറയുന്നു. എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തിയോർത്ത് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഇൻ ജീസസ് നെയിം ആമേൻ. അപ്പൊ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തോമസ് മാത്യു ക്ലിയർ. This is a Malayalam message. The same section will be taking in English later on. Okay. Otherwise today or the week, that one next week or we'll be taking. Okay. Same message in English. Today I am going to preach what is anointing. Anointing, അഭിഷേകം എന്ന് പറഞ്ഞാൽ എന്താണ്, അതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. എഴുതലോ അഭിഷേകം എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ഈസ് anointing? What does it, how does it work? What are the blessings of God's anointed one? അതാണ് anointing എന്താണെന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് മാത്രമേ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. anointing എങ്ങനെ വർക്ക് ചെയ്യപ്പെടും നമ്മളോട് എങ്ങനെ പ്രവർത്തിക്കുന്ന anointing, അത് വേറെ സെഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നു. ഈ anointing വഴിയായിട്ട് അനോയിന്റ് ചെയ്ത ആൾക്കാർ വഴിയായിട്ട് എന്തൊക്കെ അനുഗ്രഹങ്ങളാണ് കർത്താവിന്റെ അനുഗ്രഹം കിട്ടുന്നത്, അത് വേറെ സെഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഓരോരോ കാരണം വെച്ചാൽ ഇത് ഒത്തിരി കാര്യം അനോയിന്റിങ്ങിന്റെ അകത്തിന് ഇത് വലിയൊരു പാട്ടാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് കരുതാന്ന്. അപ്പം വാട്ട് ഈസ് അനോയിന്റിങ്? അത് ഇംഗ്ലീഷിൽ പറയുന്നത് വെച്ചാല് anointing തന്നെ in the Bible, being anointed by God means being chosen and empowered by God for a special purpose. It's a divine blessing that involves being set apart to fulfill a specific role or മിഷൻ. ഇതിൽ മലയാളത്തിൽ പറഞ്ഞ ബൈബിളിൽ ദൈവത്താൽ അഭിഷേകം ചെയ്യപ്പെടുക എന്നതിനർത്ഥം ഒരു പ്രത്യേക ഉദ്ദേശത്തിനായി, ഒരു പ്രത്യേക കാര്യത്തിനായി ദൈവം തിരഞ്ഞെടുത്ത് അധികാരപ്പെടുത്തുക എന്നതാണ്. പ്രൈസ് ദി ലോർഡ്. ഒരു പ്രത്യേക പങ്ക് അല്ലെങ്കിൽ ദൗത്യം നിറവേറ്റുന്നതിനായി വേറിട്ട് നിൽക്കുന്ന പ്രത്യേക ദൗത്യം നിറവേറ്റുന്നതിനായി പ്രൈസ് ദി ലോർഡ് കർത്താവ് തരുന്ന ഒരു പ്രത്യേക ഒരു അഭിഷേകമാണ്. ഒരു കൃപയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു ഫേവറാണ്. അതാണ് അനുഗ്രഹം, അതാണ് അഭിഷേകം എന്ന് പറയുന്നത്. ആ ഒരു ദൈവ അനുഗ്രഹത്തിനാണ് നമ്മൾ അഭിഷേകം എന്ന് പറയുന്നത്, പ്രത്യേക ദൗത്യത്തിനായി. നമുക്കറിയാം സ്നാപയോഹന്നാനത്തിന് അഭിഷേകം കൊടുത്ത് യേശുക്രിസ്തുവിന്റെ വഴി നേരെയാക്കുവാനായിട്ട്. യേശുക്രിസ്തു വരുന്നു എന്ന് ജാതികൾ അവിടെയുള്ള ആൾക്കാരോട് മൊത്തം പ്രസംഗിക്കാനായിട്ട് ആ ഒരു അനോയിന്റിങ് സ്നാപയോഹന്നാന് കൊടുത്തിരുന്നു, ജോൺ ദി ബാപ്റ്റിസ്റ്റിന് കൊടുത്തിരുന്നു. പുതിയ നമുക്കറിയാം, പഴയ നിയമത്തിൽ നമുക്കറിയാം, അതിനെക്കുറിച്ച് നമുക്കറിയാം. പല അനോയിന്റ് നമുക്ക് സാമുവൽ പ്രവാചകൻ ഉണ്ടായിരുന്നു. അത് സാമുവൽ പ്രവാചകൻ വഴിയായിട്ട് സൗളിന് അഭിഷേകം കൊടുത്തു. പഴയ നിയമത്തിലെ രാജാവായ ശൗലിന് അഭിഷേകം കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. അത് കഴിഞ്ഞിട്ട് നമുക്കറിയാം ദാവീദിന് അഭിഷേകം കൊടുത്തു. ഇങ്ങനെയൊക്കെ നമുക്കറിയാം പല പല സെഷനുകൾ നമ്മൾ നോക്കുകയും ബൈബിൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം. പ്രൈസ് ദി ലോർഡ്. അഭിഷേകം ഇത് കർത്താവിന്റെ ഫേവറാണത്. ഒരു പ്രത്യേക കാര്യങ്ങൾ പ്രൈസ് ദി ലോർഡ് ചിലപ്പോൾ രാജാക്കന്മാർക്കായിരിക്കാം. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ പ്രത്യേകം കർത്താവിന്റെ മിനിസ്റ്റർ ചെയ്യാൻ വേണ്ടി ആയിരിക്കാം, ഹീലിങ്ങിന് വേണ്ടി ആയിരിക്കാം, ഡെലിവറൻസിന് വേണ്ടി ആയിരിക്കാം,
വചനം പ്രസംഗിക്കുന്നതിന് വേണ്ടിയായിരിക്കാം. ഇങ്ങനെ പല പല ഏരിയകളിൽ പ്രൈസ് ലോർഡ് ഹല്ലേലൂയ കർത്താവ് തെരഞ്ഞെടുത്ത ഒരു വ്യക്തിക്ക് വേണ്ടി കർത്താവ് കൊടുക്കുന്ന ദൈവത്തിൻ്റെ ആ ഫേവർ അനുസരിച്ച് കർത്താവ് കൊടുക്കുന്ന കൃപയാണ്, അനുഗ്രഹമാണ്. അതിനാണ് ഈ അഭിഷേകം എന്ന് പറയുന്നത്. അത് അനോയിൻറ്റിങ് ഓയിൽ വഴിയായിട്ട് അത് നമുക്ക് തന്നെ സ്വന്തം ചെയ്യാനായിട്ട് പറ്റത്തില്ല. കർത്താവ് തിരഞ്ഞെടുത്ത് കഴിയുമ്പോൾ കർത്താവിൻ്റെ അഭിഷിക്തന്മാർ വഴിയായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ അനോയിൻറ്റിങ് ഓയിലുണ്ട്. ഓയിൽ ഒഴിച്ച് അനോയിൻറ്റിങ് ചെയ്യും. പഴയ നിയമത്തിലൊക്കെ പ്രൈസ് ലോർഡ് നമുക്കറിയാം. പുതിയ നിയമത്തിൽ പരിശുദ്ധനാൽ നമ്മൾ അഭിഷേകം പ്രാപിച്ചിരിക്കുന്നു. അതാണ് പറയുന്നത്. പക്ഷെ അതിനെക്കുറിച്ച് പിന്നെ പറയേണ്ടായിരിക്കും. നമ്മൾ നമ്മൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കഴിയുമ്പോൾ പരിശുദ്ധാത്മാവിനാൽ നമ്മൾ അഭിഷേകം പ്രാപിച്ചു. അഭിഷിക്തരാണത്. ഇന്ന് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട എല്ലാവരും അവർ അഭിഷിക്തരാണ്. അവർ രാജകീയ പുരോഹിത വംശമാണ്, വിശുദ്ധ ജനമാണ്, ദൈവത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട ജനമാണ്. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ, ഗ്ലോറി ബി ടു ഗോഡ്. അപ്പൊ അഭിഷേകത്തെ കുറിച്ച് പറയുന്നത് ഓൺലൈൻ വാച്ച് ചെയ്യുന്ന എല്ലാവരും ഷെയർ ചെയ്യേണ്ട ഉത്സാഹിപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ അനേകം ആൾക്കാർക്ക് കർത്താവിന്റെ വചനം കേൾക്കുവാനായിട്ടും പഠിക്കാനായിട്ട് ഇടവരും. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. അപ്പം നമുക്കറിയാം അഭിഷേകം എന്ന് പറയുന്നത് നമുക്കറിയാം ബൈബിളിൽ ദൈവത്താൽ അഭിഷേകം ചെയ്യപ്പെടുക എന്നതിനർത്ഥം ഒരു പ്രത്യേക ഉദ്ദേശത്തിനായി ദൈവം തിരഞ്ഞെടുത്ത് അധികാരപ്പെടുത്തുക എന്നതാണ്. അതിന് വേണ്ടി കർത്താവ് അഭിഷേകം ചെയ്യുന്നതാണ്. അപ്പം നമുക്കറിയാം the favor, it simply means that this individual has the favor of God. അത് യേശുക്രിസ്തുവിന്റെ പേര് നമുക്കറിയാം. യേശുക്രിസ്തുവിന്റെ പേര് മെശിഹ എന്നായിരുന്നു. മെശിഹ എന്ന് വെച്ചാൽ ഹീബ്രു വേർഡ് that translate to anointed one. Praise the Lord, hallelujah. അതാണ് പറയുന്നത്. അപ്പം അഭിഷേകം ദൈവവേലയ്ക്ക് അഭിഷേകം പ്രധാനപ്പെട്ടതാണ്. അഭിഷേകം ഇല്ല എങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അഭിഷേകം കിട്ടുന്നത് ദൈവത്തോടൊപ്പം നടക്കുമ്പോഴാണ് അഭിഷേകം കിട്ടുന്നത്. കൂടുതലായിരിക്കുമ്പോഴാണ് അഭിഷേകം കിട്ടുന്നത്. വചന ധ്യാനത്തിലാണ് അഭിഷേകം നമുക്കിത് പിന്നെ വെളിപ്പെട്ട് വരുന്നത്. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. കർത്താവിനോട് കൂടിയുള്ള ഫെലോഷിപ്പിലാണ്, ആ ബന്ധം സ്ഥാപിക്കുമ്പോഴാണ് നമുക്ക് അഭിഷേകത്തിൽ കർത്താവിൻ്റെ അഭിഷേകത്തിൽ നമുക്ക് വെളിപ്പെടുവാനായിട്ടും തുടർമാനമായിട്ട് അഭിഷേകത്തിൻ്റെ ശക്തി നമുക്ക് ഉപയോഗപ്പെടുത്താനായിട്ട് വരുന്നത്. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ഇന്ന് പഴയ നിയമം നമുക്കറിയാം. അപ്പം സാമുവേൽ, ഫസ്റ്റ് സാമുവേൽ chapter 16 verse 13. The people, those who are watching online, there will be a separate English section for this anointing, God's anointing, praise the Lord, subject. In this subject there will be a first, second, third, fourth, fifth, around 6 or 7 part. By the grace of God, I'm planning to take it. Praise the Lord. Hallelujah. One by one, in 1 or 2 weeks time, 1 week time, 1 or 2 weeks time. Praise the Lord. There will be in Malayalam and English section. I'm planning to take in the morning and evening session, a day, twice a day. Praise the Lord. So the people, those who are watching, in the morning you can watch in either Malayalam or English. In the evening, either Malayalam or English. Okay, it will be announcing in the fire. Praise the Lord. അപ്പം നമുക്കറിയാം മലയാളത്തിലും ഇംഗ്ലീഷിലും ഈ സെഷൻ ഉണ്ടായിരിക്കും. എല്ലാ സെഷനും ഉണ്ടായിരിക്കും. ഞാൻ എടുക്കുന്ന ഓരോ സെഷനും മലയാളം ഇംഗ്ലീഷും ഉണ്ടായിരിക്കും. രാവിലെ നിങ്ങൾക്ക് വാച്ച് ചെയ്യാനായിട്ട് പറ്റും. രാവിലെ ഇന്ത്യൻ സമയം രാവിലെ 9:15, 10:15, 11:15, 12:15, 1:15, 2:45, 2:45 PM ആയിരിക്കും ഇന്ത്യൻ ടൈം. പ്രൈസ് ദി ലോർഡ്. 10:15 AM യൂറോപ്പ്. പ്രൈസ് ദി ലോർഡ്. അപ്പം അങ്ങനെയായിരിക്കും ടൈം. അപ്പം ഓൺലൈൻ വാച്ചിന് എല്ലാവരോടും ഓൺലൈൻ ഷെയർ ചെയ്യാനായിട്ട് ഉത്സാഹിപ്പിക്കുന്നത്. ഇതിൽ പറയുന്നത് വെച്ചാൽ പഴയ നിയമത്തിൽ നമുക്കറിയാം. ഫസ്റ്റ് സാമുവേൽ ചാപ്റ്റർ 16 verse 13. ഇത് പറഞ്ഞു വെച്ചാൽ ശമൂവേൽ നമുക്കറിയാം ദാവീദിനെ അഭിഷേകം ചെയ്യുന്നു. കർത്താവ് ദാവീദിനെ തെരഞ്ഞെടുത്തതാണ്. ദാവീദിനെ അഭിഷേകം ചെയ്യുന്നതിന് മുമ്പായിട്ട്, ദാവീദ് അറിയുന്നതിന് മുമ്പായിട്ട്, പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ, കർത്താവ് അത് മുന്നമിക്കും. കർത്താവ് നേരത്തെ അത് കണക്ക് കൂട്ടും. നമ്മളല്ല നമ്മൾ അഭിഷിക്തനാണെന്ന് പറയുന്നത്, അത് ഓൾറെഡി കർത്താവാണ് അങ്ങനെ ചെയ്യുന്നത്. നമ്മൾ അഭിഷിക്തൻ അങ്ങനെയല്ല. നമ്മൾ അഭിഷിക്തനാളെ തിരിച്ചറിവ് നമുക്ക് വരും കർത്താവ് നമ്മളെ അഭിഷേകം ചെയ്ത് കഴിയുമ്പോൾ. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. പഴയ നിയമത്തിലേക്ക് കർത്താവ് മുൻനിയമിക്കുക, പുതിയ നിയമത്തിൽ മുൻനിയമിച്ചതാണ് നമ്മളെ. നമുക്കറിയാം നമുക്കത് യെരമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ കർത്താവ് പറയുന്നത് വെച്ചാൽ ജാതികൾക്ക് പ്രവാചകനായിട്ട് നിന്നെ ഞാൻ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നീ ബാലനാന്ന് ചിന്തിക്കരുത്. പ്രൈസ് ദി ലോർഡ്. ജാതികൾക്ക് പ്രവാചകനായിട്ട് നിന്നെ ഞാൻ അഭിഷേകം ചെയ്തിരിക്കുന്നു, നിന്നെ ഞാൻ അയച്ചിരിക്കുന്നു. അപ്പം നമുക്കറിയാം കർത്താവ് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പം ശമൂവേലിനോട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ ബുക്ക് ഓഫ് ഫസ്റ്റ് സാമുവേൽ ചാപ്റ്റർ 16 verse 13, 1 സാമുവേൽ 16:11 പറയുന്നത്, അങ്ങനെ ശമൂവേൽ തൈലക്കൊമ്പെടുത്ത് അവന്റെ സഹോദരന്മാരെ നടുവിൽ വെച്ച് അവനെ അഭിഷേകം ചെയ്തു. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. യഹോവയുടെ ആത്മാവ് വന്നു മുതൽ ദാവീദിന്റെ മേൽ വന്നു. ശമൂവേൽ എഴുന്നേറ്റ് രാമയിലേക്ക് പോയി. നമുക്കറിയാം
അഭിഷേകം ചെയ്ത് തൈലക്കൊമ്പ് എടുത്ത് അഭിഷേകം ചെയ്ത് കഴിഞ്ഞപ്പോൾ പ്രൈസ് ലോർഡ് യഹോവയുടെ ആത്മാവ് ആ സമയം മുതൽ നമുക്കറിയാം ദാവീദിനെ വന്നു. പഴയ നിയമത്തിലാണ്. പുതിയ നിയമത്തിൽ രക്ഷിക്കപ്പെട്ട് സ്ഥാനപ്പെട്ട ഓരോ ദൈവവേദിലും യഹോവയുടെ ആത്മാവുണ്ട്. ഈ അഭിഷേകം നമ്മൾ ജ്വലിപ്പിക്കുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ നിയമത്തിൽ യേശു ക്രിസ്തുവിനോടൊപ്പം നടക്കുമ്പോൾ, പ്രൈസ് ലോർഡ് ഹല്ലേലൂയ, കർത്താവിനോടൊപ്പം ഫെലോഷിപ്പ് ചെയ്യുമ്പോൾ, നമ്മൾ കർത്താവിനോടൊപ്പം നമുക്ക് റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുമ്പോൾ പ്രൈസ് ലോർഡ് നമുക്ക് അഭിഷേകം വർദ്ധിക്കാനായിട്ട് പറ്റും. പഴയ നിയമത്തിൽ അഭിഷേകം എന്ന് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവ് പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി, കർത്താവിന്റെ പ്രീതി കിട്ടിയ വ്യക്തി, അങ്ങനെ ആ വ്യക്തി തിരഞ്ഞെടുത്താൽ മാത്രം പോരാ, ഒരു പ്രവാചകനെ അയക്കും അഭിഷേകം ചെയ്യാനായിട്ട്. ഓയിൽ ഒഴിച്ച് അനോയിന്റ് ചെയ്യും. ആ ഓയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവിന്റെ ഓയിൽ നമ്മൾ കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കർത്താവിന് ഒബീഡിയൻസിനാണ്. ഓയിലിന്റെ പവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഓയിലിനും പവറില്ല. ഓയിലിന്റെ പവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കർത്താവിന്റെ സാന്നിധ്യത്തിന്റെ പവറാണ്. കർത്താവ് പറയുന്ന ആ അനുസരണത്തിലുള്ള പവറാണ് കിട്ടുന്നത്. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ, ഗ്ലോറി ബി ടു ഗോഡ്. അപ്പൊ കർത്താവ് പറയുന്ന ഓയിൽ ഒഴിച്ച് അനോയിന്റ് ചെയ്യാൻ പറയുമ്പോൾ ആ ഓയിലിലേക്ക് കർത്താവിന്റെ അഭിഷേകത്തിന്റെ ശക്തി, ആ പ്രസൻസ്, സാന്നിധ്യം വരും ആ സമയത്ത്. പ്രൈസ് ദി ലോർഡ്. അതിലൂടെ ദൈവത്തിന്റെ ആത്മാവ് അഭിഷേകം ചെയ്യുന്ന ആളിലേക്ക് നിറയപ്പെടും. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. പഴയ നിയമത്തിലെ അഭിഷേകം നമുക്ക് അങ്ങനെ കാണാനായിട്ട് പറ്റും. ഒന്നുകൂടെ വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. അങ്ങനെ ശമൂവേൽ തൈലക്കൊമ്പ് എടുത്ത് അവന്റെ സഹോദരന്മാരെ നടുവിൽ വെച്ച് അവനെ അഭിഷേകം ചെയ്തു. യഹോവയുടെ ആത്മാവ് വന്നു മുതൽ ദാവീദിന് മേൽ വന്നു. യഹോവയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ദരിദ്രരോടൊപ്പം സുവിശേഷം അറിയിപ്പാൻ അവിടെ തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ബന്ധിതർക്ക് മോചനവും അടിച്ചടക്കപ്പെട്ട സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ വത്സരം പ്രഖ്യാപിക്കുവാൻ പ്രൈസ് ദി ലോർഡ് അവിടെ തന്നെ അയച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞ വാക്യം നാം പറയുന്നത് കഴിഞ്ഞാൽ, അപ്പം അഭിഷേകം എന്ന് വെച്ചാൽ കർത്താവിന്റെ ഫേവറാണത്. നമ്മൾ ഒരു വ്യക്തിയിലേക്കുള്ള കർത്താവിന്റെ ഫേവറാണ്. ഒരു പ്രത്യേക കാര്യങ്ങൾ ചെയ്യാനായിട്ട് കർത്താവ് ആ വ്യക്തിയെ പ്രത്യേകമായിട്ട് തിരഞ്ഞെടുത്ത് കർത്താവിന്റെ അനുഗ്രഹം, സ്പെഷ്യൽ അനുഗ്രഹം അദ്ദേഹത്തിന് കൊടുത്ത് പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ അയക്കുന്നതിനെയാണ് ഈ അഭിഷേകം എന്ന് പറയുന്നത്. കർത്താവ് അയക്കുന്ന ആ പ്രവൃത്തിയാണ് ഈ അഭിഷേകത്തിലൂടെ കാണുന്നത്. പ്രൈസ് ദി ലോർഡ്. അഭിഷേകം ഇല്ലാതെ ഒരാൾക്ക് ബൈബിൾ പ്രസംഗിക്കാൻ പറ്റത്തില്ല. അഭിഷേകം ഇല്ലാതെ പ്രസംഗിക്കാം, പക്ഷെ ആത്മാവിന് രക്ഷിക്കപ്പെടത്തില്ല. പ്രൈസ് ദി ലോർഡ്. ചുമ്മാ എല്ലാവർക്കും പ്രസംഗിക്കാൻ പറ്റും. ഞാൻ പറഞ്ഞാൽ അഭിഷേകത്തോടെ പ്രസംഗിക്കുമ്പോഴാണ് രോഗസൗഖ്യങ്ങൾ നടക്കുന്നത്, ഡെലിവറൻസ് നടക്കുന്നത്, ഹീലിംഗ് നടക്കുന്നത്. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഒരാൾ പ്രസംഗിക്കുമ്പോൾ മാനസാന്തരം ഉണ്ടാവും. അതാണ് അഭിഷേകത്തോടെ. അഭിഷേകം ഇല്ലാതെ ചുമ്മാ ഒരാൾക്ക് ബൈബിൾ പ്രസംഗിക്കാൻ പറ്റും, പക്ഷെ നമുക്കറിയാം ചുമ്മാതെ പ്രസംഗിക്കുന്ന ആൾക്കാർ പ്രസംഗിച്ചിട്ട് പോകുള്ളൂ, ഒന്നും നടക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. പക്ഷേ അഭിഷേകത്തോടെ പ്രസംഗിക്കുമ്പോൾ, സ്നാപയോഹന്നാൻ അഭിഷേകത്തോടെ കർത്താവിന്റെ വചനം പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ കേട്ട ആൾക്കാരുടെ മേൽ അവര് മാനസാന്തരപ്പെട്ട് അവര് വെള്ളത്തിൽ സ്നാനപ്പെട്ടു. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ കർത്താവിന്റെ അഭിഷേകം ശിഷ്യന്മാരിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ 120 പേരിലേക്ക് വന്നു. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം ഓൾറെഡി ബൈബിൾ സ്റ്റഡിയിൽ നമ്മൾ പറഞ്ഞത്, അതിനുവേണ്ടി എക്സ്പ്ലെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ശിഷ്യന്മാരിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അതിനെന്താ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് കൊടുക്കുന്ന ഭാഷയിൽ പുതുഭാഷകൾ സംസാരിച്ചു. പ്രൈസ് ദി ലോർഡ്. അവിടെ നിന്ന് പല രാജ്യത്തിലുള്ള ആൾക്കാർ ജെറുസലേമിൽ കൂടിയ പല ഭാഷയിൽപ്പെട്ട ആൾക്കാർ അവരവരുടെ ലാംഗ്വേജിൽ സ്വന്തം ഭാഷകൾ കേൾക്കുകയുണ്ടായി. നമുക്കറിയാം അവര് മനസ്സിൽ കുത്തുകൊണ്ടു പറഞ്ഞു. കുത്തുകൊണ്ട് പ്രൈസ് ദി ലോർഡ് അവര് രക്ഷിക്കപ്പെടുവാൻ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ ശിഷ്യന്മാരോട് ചോദിക്കുന്നു. അപ്പോൾ അവർ പറഞ്ഞു, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾ സ്നാനപ്പെടണം. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. അപ്പോൾ ഈ വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ തലമുറകൾക്ക് ലഭിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ രക്ഷിക്കപ്പെട്ട് സ്നാനമെടുക്കണം. പ്രൈസ് ദി ലോർഡ്. മാനസാന്തരപ്പെടണം. ഫസ്റ്റ് മാനസാന്തരപ്പെടണം, അത് കഴിഞ്ഞ് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടണം. പ്രൈസ് ദി ലോർഡ്. സ്നാനപ്പെടും. ഇന്ന് അനേകം ആൾക്കാർ പറയുന്നത് സ്നാനപ്പെടേണ്ട ആവശ്യമില്ല. പ്രൈസ് ദി ലോർഡ്. രക്ഷിക്കപ്പെട സ്നാനം ഒരു കമാൻഡ്മെന്റ് ആണ്. പ്രിയപ്പെട്ടവർ, സ്നാനം എടുക്കണം. സ്നാനം എടുക്കുന്ന ആള്, ഇന്നലെ ഞാൻ കർത്താവിന്റെ വചനം സ്റ്റേജിൽ പ്രസംഗിച്ച് കഴിഞ്ഞപ്പോൾ ഒരു വ്യക്തിനെ കണ്ടു. അദ്ദേഹം പറഞ്ഞ ഒരു കത്തോലിക്ക സഭയിലാന്ന് പറഞ്ഞു. മലയാളിയ. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. അദ്ദേഹം കത്തോലിക്ക സഭയിലാന്ന് പറഞ്ഞു. അപ്പം സ്നാനപ്പെടണമെന്ന് ഞാൻ പറഞ്ഞു. അപ്പം പെന്തിക്കോസ് സഭ, ഞാൻ പെന്തിക്കോസ് എന്ന് പറഞ്ഞ സഭയല്ല. പെന്തിക്കോസ് ഒരു എക്സ്പീരിയൻസ് ആണ്. പ്രൈസ് ദി ലോർഡ്. പെന്തിക്കോസ് സഭയുടെ ഭാഗമാകാൻ വേണ്ടി ആരും സ്നാനപ്പെടരുത്. പെന്തിക്കോസ് ഒരു എക്സ്പീരിയൻസ് ആണ്, അതൊരു സഭയല്ല. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. അത് ദൈവം തന്നിരിക്കുന്ന ഒരു എക്സ്പീരിയൻസ് ആണ്. ആ എക്സ്പീരിയൻസിലേക്ക് വന്ന ആൾക്കാർക്ക് മാത്രമേ നിത്യജീവൻ കിട്ടത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. രക്ഷിക്കപ്പെട്ട സ്നാനം എടുക്കുന്നവർക്ക് മാത്രമേ യേശുക്രിസ്തുവിനെ ധരിക്കാൻ പറ്റത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. സ്നാനപ്പെടുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ യേശുക്രിസ്തുവിനെ ധരിക്കാൻ പറ്റത്തുള്ളൂ. യേശുക്രിസ്തുവിനെ ധരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് സ്പിരിറ്റ് ഓഫ് ഗോഡ് വിൽ കവർ യു. ദാറ്റ് മീൻസ് all the anointing of the Lord will cover you, not only your body, your spiritual mind, physical mind, your conscious mind, subconscious mind, unconscious mind,
all the areas of your minds and thoughts. Our God's Spirit will cover you. Praise the Lord. Hallelujah. അതാണ് നമുക്കറിയാം. അപ്പം അത് നമുക്കറിയാം, നമുക്ക് അത് പുതിയ നിയമത്തിൽ പറയുന്നത് വെച്ചാൽ എഫെസ്യർ ലേഖനം ഇതിൽ പറയുന്നത് വെച്ചാൽ ബുക്ക് ഓഫ് എഫേഷ്യൻ വായിക്കാൻ ആഗ്രഹിക്കുന്നു. എഫെസ്യർ ലേഖനം പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചാപ്റ്റർ 1 ഇത് പറയുന്നത് സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും നമ്മളെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്നു. ഈ സകല അനുഗ്രഹവും വരുന്നത് ദൈവത്തിന്റെ വിശുദ്ധാത്മാവിലൂടെയാണ്. ദൈവത്തിന്റെ വിശുദ്ധാത്മാവിനെ എങ്ങനെയാണ് കിട്ടുന്നത്? നമ്മൾ രക്ഷിക്കപ്പെട്ട മുഴുവനും എടുക്കുമ്പോൾ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ പരിശുദ്ധാത്മാവിനെ നമ്മൾ സീൽ ചെയ്യപ്പെടുക ചെയ്യുന്നത്. പരിശുദ്ധാത്മാവിനെ സീൽ ചെയ്യപ്പെട്ടൊരു വ്യക്തിക്ക്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, അവർ ദൈവത്തിൽ നിന്നുള്ള വ്യക്തിയാണ്, അവർ ദൈവ പൈതലാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ രാജകീയ പുരോഹിത വംശമാണ്, നമ്മൾ വിശുദ്ധ ജനമാണ്, ദൈവത്തിന്റെ സ്വന്തം തിരഞ്ഞെടുക്കപ്പെട്ട ജനമാണ്, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ഓരോ ദൈവ പൈതലും. അതുകൊണ്ട് തന്നെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ഒരു വ്യക്തി, അപ്പൊ നമ്മൾ ചിന്തിക്കരുത്, ഇപ്പൊ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ഒരു വ്യക്തി, നമ്മൾ ഇപ്പൊ ഞാൻ കത്തോലിക്ക സഭ, അതായത് ഞാൻ കത്തോലിക്ക സഭ, പിന്നെ അങ്ങോട്ട് തിരിച്ചു പോകാൻ നിൽക്കരുത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, ജാതികൾ ചെയ്യുന്ന ആ വർഷിപ്പിലേക്ക് പിന്നെ പോകരുത്. നമ്മൾ ആ കുർബാനയൊക്കെ അതൊക്കെ അതിൻ്റെയൊക്കെ യേശുക്രിസ്തുവിന്റെ മരിച്ചു ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ആ യാഗം കഴിഞ്ഞു. ഇനിയൊരു യാഗത്തിന്റെ ആവശ്യമില്ല. പിന്നീട് ആ യാഗത്തിലേക്ക് പോയിട്ട് വേണ്ടാത്ത ഇങ്ങനത്തെ പരിപാടികളും കോപ്രായ പരിപാടി ഒന്നും കാണിക്കേണ്ട ആവശ്യമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശു കർത്താവാണ്. കർത്താവായ ദൈവത്തെ ആത്മാവിനും സത്യത്തിലെ ആരാധിക്കേണ്ടത്. ബിംബങ്ങളെ വെച്ചിട്ട് ഓരോ മിറ്റിലും കല്ലുകൊണ്ട് ഉണ്ടാക്കി ആ മിറ്റിലിനെയും കല്ലിനെയും ഒന്നും നമ്മൾ സിമെന്റിനോ മണ്ണിനെയോ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, തടിയോ കോലും കഷത്തിനെയോ ഒന്നും നമ്മൾ ആരാധിക്കേണ്ട. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ആരാധിക്കുന്ന ജീവിക്കുന്ന ദൈവത്തെ ആത്മാവിലും സത്യത്തിലും അത്രേ നമ്മൾ ആരാധിക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് ആരെങ്കിലും ആ രീതിയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ആ കർത്താവ് അജ്ഞതയുടെ കാലം കണക്കാക്കത്തില്ല. ഇപ്പൊ പറഞ്ഞുതരാൻ ഞാനുണ്ട്, പല പ്രവാചകന്മാരുണ്ട്, കർത്താവിന്റെ അഭിഷിക്തരുണ്ട്. അതുകൊണ്ട് തന്നെ ബിംബത്തെയോ കല്ലിനെയോ അതുപോലെ തന്നെ വിഗ്രഹത്തെയോ ഒന്നും നമ്മൾ ആരാധിക്കാനായിട്ട് പോകരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ പാട്ടുപാടി സ്തുതിച്ച് കർത്താവിന്റെ സത്യവചനം വായിച്ച് ബൈബിൾ പ്രസംഗിച്ച് പരിശുദ്ധാത്മ അഭിഷേകം പ്രാപിച്ച് ആത്മാവിൽ നിറഞ്ഞവരായി നമ്മൾ പ്രസംഗിക്കാനായിട്ട് ദൈവത്തിന്റെ വിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. ഒരാള് പ്രാർത്ഥിക്കുന്ന കേട്ടിട്ട് തിരിച്ചു പോരാനല്ല, നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് ആരാധിക്കണം. ഓരോ സ്വരത്തിലാണ്. അപ്പോസ്തലന്മാരെല്ലാവരും ഒരാള് നിൽക്കുമല്ല, എല്ലാവരും കൂടെ ആരാധിച്ചു. ആരാധനയുടെ മധ്യത്തിൽ കർത്താവിന്റെ ശക്തി ഇറങ്ങി വന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പൗലോസും ശീലാസും കാരാഗൃഹത്തിലായിരുന്നപ്പോൾ ഒരാളല്ല ആരാധിച്ചത്, രണ്ടുപേരും കൂടെ ഒരുമിച്ച് ആരാധിച്ചു. പ്രൈസ് ദി ലോർഡ്. തടവുകാർ കേട്ടിരുന്നു എന്നാ പറയുന്നത്. അപ്പൊ നമുക്ക് അതിനെപ്പറ്റി അത് അഭിഷേകത്തിന്റെ ശക്തിയാണ്. അഭിഷേകമുള്ള സ്ഥലത്തെ ആരാധന ഉയരത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഗ്ലോറി ബി ടു ഗോഡ്. ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അപ്പം പഴയ നിയമത്തിൽ നമുക്കറിയാം, അപ്പം ശമൂവേൽ പ്രവാചകനെ ഒരു പ്രത്യേക ദൗത്യത്തിനായിട്ട് പ്രവാചകന്മാരെ കർത്താവ് എഴുന്നേൽപ്പിച്ചിരിക്കുന്നു. അതുപോലെ നമുക്കറിയാം, ശൗലിനെ അഭിഷേകം ചെയ്തു. തുടർമാനമായിട്ട് കർത്താവിനെ ധിക്കരിച്ച കാരണം, പ്രൈസ് ദി ലോർഡ്, ശൗലിനെ രാജസ്ഥാനത്ത് മാറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവിന്റെ ആത്മാവിനെ കർത്താവ് വിഡ്രോ ചെയ്തു. കർത്താവ് വിഡ്രോ ചെയ്തു ശൗലിൽ നിന്ന്. പകരം കർത്താവ് ഒരു വ്യക്തിയെ കരുതി. പ്രൈസ് ദി ലോർഡ്. ദാവീദിനെ കരുതി. പ്രൈസ് ദി ലോർഡ്. ആ സെയിം ശൗലിനെ തന്നെ തൈലക്കൊമ്പെടുത്ത് അഭിഷേകത്തിന് ഓയിലെടുത്ത് അഭിഷേകം ചെയ്യാനായിട്ട് അയച്ചു. ഇങ്ങനെ അഭിഷേകം വന്നു കഴിഞ്ഞപ്പോൾ, അഭിഷേകം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ ഓയിലിന്റെ ശക്തിയല്ല, കർത്താവിന്റെ പ്രസൻസ് ആണെന്നില്ല. ഒബീഡിയൻസിലൂടെ വരുന്നത് കർത്താവിന്റെ പ്രസൻസാണ് വരുന്നത്. കർത്താവിന്റെ പ്രസൻസ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അസാധ്യങ്ങൾ സാധിക്കും. എന്നെയൊക്കെ പല സ്ഥലങ്ങളിൽ ആക്രമിക്കാനായിട്ട് കർത്താവിന്റെ വചനം പ്രസംഗിക്കുന്ന സമയത്ത് പല സ്ഥലങ്ങളിൽ പതിയിരുന്നുള്ളൂ. അതെല്ലാം കർത്താവ് വെളിപ്പെടുത്തി തന്നു. അതിനെല്ലാം മാറ്റപ്പെട്ടു പോകാനുള്ള കൃപ കർത്താവ് തന്നു. ഒരാളും ഒന്നും ചെയ്തിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം കർത്താവിനോടൊപ്പം നടക്കുമ്പോൾ, കർത്താവ് നമ്മുടെ ഈ അഭിഷിക്തന്മാർ മുന്നോട്ട് പോകുമ്പോൾ നമുക്കറിയാം, കർത്താവ് ദൂതഗണങ്ങളെ അയക്കും. രാത്രിയിലെ ഭീകരതയെയോ പകൽ പക്കുന്ന അസ്ത്രത്തെയോ ഇരുട്ടി സഞ്ചരിക്കുന്ന മഹാമാരിയെയോ നട്ടുച്ചയ്ക്ക് വരുന്ന വിനാശീയത്തെയോ നിനക്ക് പേടിപ്പാനില്ല. പ്രൈസ്. അത് ആർക്കുള്ളതാണ്? കർത്താവിന്റെ അഭിഷിക്തന്മാർക്കുള്ളതാണ്. കർത്താവ് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികൾക്കാണ്. രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട പുതിയ നിയമത്തിൽ നമ്മൾ രാജകീയ പുരോഹിത വംശം വിശുദ്ധ ജനമാണ്. വി ആർ ദ ചോസൻ ജനറേഷൻ, റോയൽ പ്രീസ്റ്റ്ഹുഡ്, ഗോഡ്സ് ഓൺ സ്പെഷ്യൽ പീപ്പിൾ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ നമ്മൾ പരാജയപ്പെടത്തില്ല. പരാജയം നമുക്ക് പറഞ്ഞിട്ടുള്ളതല്ല. തോമസ് മാത്യു, ലിയോ പോൾട്ട്, സ്റ്റെഫ് അബ്രഹാം, തോമസ് ക്ലേ, ഗോഡ് ബ്ലെസ് എവരിബഡി. ഗോഡ് ബ്ലെസ് യു. ഓക്കെ. അങ്ങനെ
അപ്പൊ ഫസ്റ്റ് സാമുവൽ ചാപ്റ്റർ 16:1 ബൈബിൾ ഒന്ന് വായിക്കേണ്ട ആഗ്രഹിക്കുന്നു. അനന്തരം യഹോവ അതിനെക്കുറിച്ച് വിശദീകരിച്ച് വായിക്കേണ്ട ആഗ്രഹിക്കുന്നു. അനന്തരം യഹോവ ശൗലിനോട്, ഇസ്രായേലിലെ രാജസ്ഥാനത്ത് നിന്ന് ഞാൻ ശൗലിനെ തള്ളിയതെന്ന് അറിഞ്ഞിരിക്കെ നീ അവനെക്കുറിച്ച് പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. അനന്തരം യഹോവ ശമൂവേലിനോട് ഇസ്രായേലിലെ രാജസ്ഥാനത്ത് നിന്ന് ഞാൻ ശൗലിനെ തള്ളിയെന്ന് അറിഞ്ഞിരിക്കെ നീ അവനെക്കുറിച്ച് എത്രത്തോളം ദുഃഖിക്കും. കൊമ്പിൽ തൈലം നിറച്ച് പുറപ്പെടുക. ഞാൻ നിന്നെ ബെത്ലഹേമിനായ ഇശായിയുടെ അടുക്കൽ അയക്കും. അവന്റെ മക്കളിൽ ഞാൻ ഒരു രാജാവിനെ കണ്ടിരിക്കുന്നു എന്ന് കൽപ്പിച്ചു. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. തുടർമാനോട് പറയണം, അതിന് ശമൂവേൽ ഞാൻ എങ്ങനെ പോകും എന്ന് വെച്ചാൽ ഈ രാജാവ് കൊല്ലും. അറിഞ്ഞു കഴിഞ്ഞാൽ രാജസ്ഥാനം പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ രാജാവിന് എന്തും ചെയ്യാൻ പറ്റുള്ളൂ. ഇത് പറഞ്ഞേ, അതിന് ശമൂവേൽ ഞാൻ എങ്ങനെ പോകും, ശൗൽ കേട്ടാൽ എന്നെ കൊല്ലുമെന്ന് പറഞ്ഞു. എന്നാറേ യഹോവ, നീ ഒരു പശുക്കിടാവിനെയും കൊണ്ട് ചെന്ന് ഞാൻ യഹോവയ്ക്ക് യാഗം കഴിപ്പിക്കാൻ വന്നിരിക്കുന്നു എന്ന് പറയുക. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ഇശായിയെയും യാഗത്തിന് ക്ഷണിക്കുക. നീ ചെയ്യേണ്ടത് എന്തെന്ന് ഞാൻ അന്നേരം നിന്നോട് അറിയിക്കും. ഞാൻ പറഞ്ഞു തരുന്നവനെ നീ എനിക്കായിട്ട് അഭിഷേകം ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. അഭിഷേകം ഓയിൽ ഒഴിക്കണം. അത് ഒബീഡിയൻസാ കാണിക്കുന്ന കർത്താവിൻ്റെ, അതൊരു സിമ്പലാ കാണിക്കുന്നത്. കർത്താവിനെ അനുസരണമാണ് കാണിക്കുന്നത്. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. എല്ലാ ഓയിലും അഭിഷേകം വരത്തില്ല. കർത്താവ് പറയുന്ന കാര്യങ്ങൾ അതാണ്. നാം പൊതുവെ നമുക്കറിയാം. അതിനെക്കുറിച്ച് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. രോഗിയുടെ മേൽ തൈലം പൂശണം. തൈലം പൂശി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പൊ നീതിമാന്റെ ശ്രദ്ധയോടുകൂടി പ്രാർത്ഥന ഞാൻ കേൾക്കും. അതൊരു ഒബീഡിയൻസ് ആണ്. അത് യേശുവിന്റെ നാമത്തിൽ ചെയ്യുമ്പോൾ ആ കർത്താവിന്റെ സാന്നിധ്യത്തിലേക്ക് വരും. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ഗ്ലോറി ബി ടു ഗോഡ്. ഇതിൽ പറയുന്നത് ഇശായിയെ യാഗത്തിന് ക്ഷണിക്കുക. നീ ചെയ്യേണ്ടത് എന്തെന്ന് ഞാൻ അനന്തരം നിന്നോട് അറിയിക്കും. ഞാൻ പറഞ്ഞു വരുന്നവനെ നീ എനിക്കായിട്ട് അഭിഷേകം ചെയ്യണം. ഫസ്റ്റ് സാമുവൽ ചാപ്റ്റർ 16:4. 1 സാമുവൽ 16 തുടർമായിട്ടൊന്നും വായിക്കാൻ ആഗ്രഹിക്കുന്നു. ഇത് പറയുന്നത് യഹോവ കൽപ്പിച്ചു മുതൽ ശമൂവേൽ ചെയ്തു. ബെത്ലഹേമിൽ ചെന്നു പട്ടണത്തിലെ മൂപ്പന്മാർ അവന്റെ വരവെങ്കിൽ വിറച്ചുകൊണ്ട് അവനെ എതിരേറ്റു. നിന്റെ വരവ് ശുഭം തന്നെവേ എന്ന് ചോദിച്ചു. തുടർമാനോട്ട് വായിക്കാൻ ആഗ്രഹിക്കുന്നു. ഫസ്റ്റ് സാമുവൽ ചാപ്റ്റർ 16:5 and 6 and 7 ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് അവൻ ശുഭം തന്നെ, ഞാൻ യഹോവയ്ക്ക് യാഗം കഴിപ്പാൻ വന്നിരിക്കുന്നു. അത് ശൗൽ രാജാവ് കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാക്കും. അതുകൊണ്ട് അങ്ങനെ പറയുന്നത്. ഇതിൽ തുടർമായിട്ട് ശമൂവേൽ പ്രവാചകൻ പറയുന്നത്, നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് എന്നോട് കൂടെ യാഗത്തിന് വരുവിൻ എന്ന് പറഞ്ഞു. അവൻ ഇശായെയും അവന്റെ മക്കളെയും ശുദ്ധീകരിച്ചു. അവരെ യാഗത്തിന് ക്ഷണിക്കും. ശുദ്ധി പ്രധാനപ്പെട്ടതാണ്. ഒരു അഭിഷേകത്തിന് ശുദ്ധി വേണം. ശുദ്ധി എന്ന് കഴിഞ്ഞാൽ കുളിക്കുന്നതല്ല, അതും വേണം. അത് കറക്റ്റായിട്ട് ചെയ്യണം. പക്ഷേ ഹൃദയശുദ്ധി വേണം. മറ്റുള്ളവരെ കുറിച്ച് മോശമായിട്ട് ചിന്തിച്ച്, കയ്പുകളെ ചിന്തിച്ച്, വിരോധങ്ങൾ വെച്ച് ചെയ്ത്, ദേഷ്യം മനസ്സിൽ വെച്ചുകൊണ്ട് നടന്നിട്ട് കർത്താവിന്റെ അഭിഷേകം ഒന്നും നടക്കത്തില്ല. ആദ്യം തന്നെ നല്ലൊരു ഹൃദയത്തിന് വേണ്ടി നമ്മൾ കർത്താവിനോട് നമ്മൾ പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. അപ്പൊ നമ്മൾ അഥവാ തെറ്റ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ നമ്മളതിനെ റിപ്പന്റ് ചെയ്യണം. നമ്മൾ മാനസാന്തരപ്പെടണം. പിന്നെ അതിലേക്ക് പോകരുത്. അങ്ങനെയുള്ള ആൾക്കാരെ മാത്രമേ അഭിഷേകത്തെ കർത്താവ് നിറയ്ക്കത്തുള്ളൂ. അല്ലാത്ത ആൾക്കാർ രക്ഷിക്കപ്പെട്ടെന്ന് ധ്യാനപ്പെട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും നടക്കത്തില്ല. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. അപ്പം ഒരു പക്ഷേ എന്ന് പറയുന്നത് ശൗലിനെ പോലെ കർത്താവ് തള്ളിയിരിക്കാം അവരെ. എനിക്കറിയത്തില്ല, അത് കർത്താവിനെ അറിയത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. അപ്പം കർത്താവിന്റെ വേല ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ പ്രൈസ് ദി ലോർഡ് അവര് മറ്റുള്ളവരുടെ കയ്പും വിദ്വേഷവും വെച്ചുകൊണ്ടിരിക്കരുത്. അവര് കർത്താവിന്റെ അഭിഷേകം ദൈവമായിട്ടൊരു ബന്ധം സ്ഥാപിക്കണം. അത് അവർക്ക് ഹൃദയത്തിന്റെ ശുദ്ധി ഉണ്ടായിരിക്കണം. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. അങ്ങനെയുള്ള സ്ഥലത്ത് മാത്രമേ ദൈവത്തിന്റെ അഭിഷേകം വരത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഗ്ലോറി ബി ടു ഗോഡ്. ഇത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് അവൻ ശുഭം തന്നെ. എന്ന് വെച്ചാൽ മനുഷ്യനാണ്, നമ്മൾ തെറ്റ് ചെയ്യും. പക്ഷെ പെട്ടെന്ന് നമ്മൾ റിപ്പന്റ് ചെയ്യണം. പിന്നെ അതിലേക്ക് നമ്മൾ പോകരുത്. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. നമ്മുടെ ഭാഗം റൈറ്റ് ആകുമ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി പെരുതും. അവർ ഗോഡ് വിൽ ഫൈറ്റ് ഫോർ യു. അതാണ് ഇസ്രായേലിനെ മൊത്തം പഴയ നിയമത്തിൽ നമുക്കറിയാം. പഴയ നിയമത്തിൽ പ്രവാചകന്മാരെ മൊത്തം വായിക്കും, രാജകുമാരുടെ പുസ്തകങ്ങൾ വായിക്കണം. നമുക്കറിയാം ദാവീദിന് വേണ്ടി കർത്താവ് ഫൈറ്റ് ചെയ്തിരുന്നു. ഉസ്യാവിനെ നമുക്കറിയാം. പിന്നെ സെക്കൻഡ് ക്രോണിക്കലൊക്കെ വായിക്കാൻ നമുക്കറിയാം. കർത്താവ് അവരോടൊപ്പം ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ വേലയിൽ കർത്താവിനെ ബഹുമാനിക്കുകയും കർത്താവിനെ ഭയപ്പെടുകയും ചെയ്യുന്ന, കർത്താവിനെ ആരാധിക്കുകയും ചെയ്ത രാജകുമാരുടെ ഒപ്പം അവർക്ക് കർത്താവ് വിജയം കൊടുത്തിരുന്നു യുദ്ധങ്ങളിൽ മൊത്തം. ഇത് പറഞ്ഞാൽ അതിന് അവൻ ശുഭം തന്നെ, ഞാൻ യഹോവയ്ക്ക് യാഗം കഴിപ്പാൻ വന്നിരിക്കുന്നു. ശമൂവേൽ പ്രവാചകൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് എന്നോട് കൂടെ യാഗത്തിന് വരുവിൻ എന്ന് പറഞ്ഞു. അവൻ ഇശായിയെയും അവന്റെ മക്കളെയും ശുദ്ധീകരിച്ച് അവരെയും യാഗത്തിന് ക്ഷണിച്ചു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഫസ്റ്റ് സാമുവൽ 16:6 ഇതിൽ പറയുന്നത് വെച്ചാൽ, അവർ വന്നപ്പോൾ അവൻ ഏലിയാവിനെ കണ്ടിട്ട് യഹോവയുടെ മുമ്പാകെ അവന്റെ അഭിഷേകത്തിന് ഇതാ എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. യഹോവ ശമൂവേലിനോട് അവന്റെ മുഖമോ പൊക്കമോ നോക്കരുത്, ആൾക്കാരെ തടിയോ വണമോ നോക്കി അഭിഷേകത്തിനാന്ന് പറയരുത്.
അവരെ ഹൃദയത്തുടുപ്പോ ബാങ്ക് ബാലൻസോ നോക്കിയിട്ട് ഇവനെ അഭിഷിക്തെന്ന് പറയരുത്. അവർ കർത്താവ് എന്നേ അവരെ തള്ളിയിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത് പറയുന്നത് വെച്ചാൽ യഹോവ ശമൂവേലിനോട് അവന്റെ മുഖമോ പൊക്കമോ നോക്കരുത്, ഞാൻ അവനെ തള്ളിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. മനുഷ്യൻ നോക്കുന്ന പോലെയല്ല, മനുഷ്യൻ കണ്ണിന് കാണുന്നത് നോക്കുന്നു, യഹോവയോ ഹൃദയത്തെ നോക്കുന്നു എന്ന് അരുൾ ചെയ്തു. ആൾക്കാരെ തടിയോ വലുപ്പമോ നോക്കി വാക്ചാതുര്യം നോക്കി ഇവൻ അഭിഷിക്തനാന്ന് പറയരുത്. പ്രൈസ് ദി ലോർഡ്. തടിമെടുക്കും നോക്കിയിട്ട് പറയാനായിട്ട് പോകരുത്. ഓണോ തടി നോക്കരുത്. അവരുടെ ആത്മാഭിഷേകം നോക്കണം. വാക്കുകളുടെ അഭിഷേകത്തോടുള്ള യേശുക്രിസ്തുവിലുള്ള ബന്ധത്തിലുള്ള അഭിഷേകത്തോടുള്ള ശക്തി നമ്മൾ നോക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതാ നോക്കുന്നത്. അതുപോലെ തന്നെ വലിയ മ്യൂസിക് സിസ്റ്റം നോക്കിയിട്ട് ചർച്ച് സർവീസ് അങ്ങനെയൊക്കെയാന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ആ മ്യൂസിക്കിന്റെ സൗണ്ട് കേട്ടത് അഭിഷേകം നമ്മുടെ പോയി നിൽക്കരുത്. അതല്ല അഭിഷേകം. മ്യൂസിക്കിലല്ല അഭിഷേകം ഇരിക്കുന്നത്, അഭിഷേകം ഹൃദയത്തിലായിരിക്കുന്നത്. ഒരു അഭിഷിക്തനായ ഒരു വ്യക്തി വാ തുറന്ന് സംസാരിക്കുമ്പോൾ മാനസാന്തരം നടക്കും. കേൾക്കുന്ന ആൾക്കാരിലേക്ക് മാനസാന്തരങ്ങൾ നടക്കും. അവർ ചെയ്ത തെറ്റിന് റിപ്പന്റൻസ് വരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവിടെ വലിയ ഉണർവുണ്ടാകും. സമരിയ പട്ടണം നമുക്ക് അപ്പോസ്തലപ്രവൃത്തി വായിക്കാൻ തുടർമാനായിട്ട് ബൈബിൾ സ്റ്റഡി വരുന്നു. സ്തെഫാനോസിന് മരണം കഴിഞ്ഞപ്പോൾ അഭിഷിക്തരായ നമുക്കൊരു അഭിഷിക്തന്മാർ, കർത്താവ് തെരഞ്ഞെടുത്ത അഭിഷിക്തന്മാരായിരുന്നു സ്തെഫാനോസ്, അതേപോലെ ഫിലിപ്പോസ്. അവരൊക്കെ സഭ ചെതറിപ്പോയി സമരിയ പട്ടണത്തിൽ പ്രസംഗിച്ചു. അവിടെ ഉണർവ് നടന്നു. പരിശുദ്ധാത്മാവ് അത്ഭുതങ്ങളും അടയാളം കൊണ്ടത് സ്ഥിരീകരിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതാണ് അഭിഷിക്തന്മാരുടെ ലക്ഷണം. അഭിഷിക്തന്മാർ അവിടെ കാല് വെച്ച് കഴിഞ്ഞാൽ അവിടെ ആത്മാക്കൾ നേടപ്പെടും, അവിടെ അത്ഭുതങ്ങൾ നടക്കും, അവിടെ അടയാളങ്ങൾ നടക്കും, ആൾക്കാർക്ക് റിപ്പന്റൻസ് ഉണ്ടാകും, യേശുക്രിസ്തുവിനെ രക്ഷകരായിട്ട് സ്വീകരിക്കും. ചേർന്ന് ഹല്ലേലൂയ പറഞ്ഞ് നമ്മളെല്ലാവരും. ഗ്ലോറി ബി ടു ഗോഡ്. ഹല്ലേലൂയ. ഇത് പറഞ്ഞാൽ യഹോവ ശമൂവേലിനോട് അവന്റെ മുഖമോ പൊക്കോ നോക്കരുത്, ഞാൻ അവനെ തള്ളിക്കളഞ്ഞിരിക്കുന്നു. ഇന്ന് വലിയ ചർച്ചും ബിൽഡിങ്ങും ഒക്കെ വെച്ചിട്ട് അങ്ങനെ ആൾക്കാരുടെ മുമ്പിൽ ഇങ്ങനെ നടക്കുന്ന ആൾക്കാർ, അവരൊന്നും അഭിഷിക്തരല്ല പ്രിയമുള്ളവർ. അവരെയൊക്കെ കർത്താവ് പണ്ടേ തള്ളിക്കളഞ്ഞിരുന്നു. ഇതല്ലോ. ഹല്ലേലൂയ. അപ്പം നമ്മൾ കർത്താവിനോടുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നോക്കണം. കർത്താവ് ദൈവവചനം സംസാരിക്കുമ്പോൾ കർത്താവിന്റെ കൃപയാൽ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വിവേചിക്കണം അത് അഭിഷിക്തനാണോ ഇല്ലയോ എന്ന്. പ്രൈസ് ദി ലോർഡ്. അതിനെക്കുറിച്ച് അടുത്ത ക്ലാസ്സുകൾ തരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇത് പറഞ്ഞ് യഹോവ ശമൂവേലിനോട് അവന്റെ മുഖമോ പൊക്കുമോ നോക്കരുത്, ഞാൻ അവനെ തള്ളിയിരിക്കുന്നു. മനുഷ്യൻ നോക്കുന്നത് പോലെയല്ല. മനുഷ്യൻ നോക്കുന്നത് കണ്ണിന് കാണുന്നു നോക്കുന്നു, യഹോവയോ ഹൃദയക്കണ്ണുകളെ തുറന്നു നോക്കുന്നു. ഹൃദയക്കണ്ണുകളെ, യുവർ ഇന്നർ മാൻസ് ഐസ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തുടർന്ന് പറയുന്നത് ഫസ്റ്റ് സാമുവേൽ ചാപ്റ്റർ 16 വേഴ്സസ് 8. 1 സാമുവേൽ അതിന് 16 അധ്യായം 8 വാക്യം പറയുന്നത്, പിന്നെ ഇശായി അബിനാദാബിനെ വിളിച്ചു ശമൂവേലിന്റെ മുമ്പിൽ നിർത്തി, എന്നാറെ അവനെ യഹോവ ഇവനെയും തെരഞ്ഞെടുത്തിട്ടില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. അവരെയും തടിയും വലുപ്പമൊന്നും വേണ്ട. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വീട്ടിൽ നിന്ന് തള്ളിക്കളഞ്ഞ വ്യക്തിയെ കർത്താവിന് വേണ്ടത്, നാട്ടുകാർ തള്ളിക്കളഞ്ഞ വ്യക്തിയെ കർത്താവിന് വേണ്ടത്, കർത്താവിന്റെ വചനപ്രതി സമൂഹം തള്ളിക്കളഞ്ഞ വ്യക്തിയെ കർത്താവിന് വേണ്ടത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവിന്റെ അഭിഷേകത്തെ എല്ലാം നഷ്ടപ്പെട്ട വ്യക്തിയെ കർത്താവ് അഭിഷേകത്തിനായിട്ട് തിരഞ്ഞെടുക്കും. പറയുന്ന ആൾക്കാരെ അല്ല, സ്ഥാനമാനങ്ങൾ നോക്കി അഭിഷേകം കൊടുക്കുന്നവരല്ല അഭിഷിക്തന്മാര്. പ്രൈസ് ദി ലോർഡ്. അത് കർത്താവ് ഹൃദയത്തെ നോക്കി കൊടുക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത് പറഞ്ഞാൽ ശമൂവേൽ ബുക്ക് ഫസ്റ്റ് സാമുവേൽ ചാപ്റ്റർ 16 വേഴ്സസ് 9. 1 സാമുവേൽ 16 9 വാക്യം അല്ല 10 വാക്യം പറയുന്നത്, പിന്നെ ഇശായി ശമയം വരുത്തി ഇവനെയും യഹോവ തിരഞ്ഞെടുത്തിട്ടില്ല എന്ന് അവൻ പറഞ്ഞു. പിന്നെ ഇശായി 7 പുത്രന്മാരെ ശമൂവേലിന് മുമ്പിൽ എല്ലാവരെയും കൊണ്ട് നിർത്തി, ഇതാണോ എന്നൊക്കെ ചോദിച്ചു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ശമൂവേൽ ഇശായിയോട്, യഹോവ ഇവരെ തെരഞ്ഞെടുത്തിട്ടില്ല, അവരെല്ലാം പരിപാടി കഴിഞ്ഞു, കൊട്ടിഘോഷവും കാര്യമായി കഴിഞ്ഞു. കർത്താവ് തെരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ തടിയോ ഭാഗ്യമാനത്തോ ഒന്നും അല്ല. പ്രൈസ് ദി ലോർഡ്. ചർച്ചിന്റെ വലുപ്പം നോക്കിയല്ല കർത്താവ് അഭിഷേകം കൊടുക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചർച്ചിൽ ചിലപ്പോൾ ആൾക്കാർ കാണുമായിരിക്കും, ദൈവ സാന്നിധ്യത്തിൽ എന്താ കാര്യം. അതുകൊണ്ട് ചില ചർച്ചുകളിലൊക്കെ നമുക്കറിയാം കുറേ ആൾക്കാരുണ്ട്, ബാങ്ക് പിന്നെ പല മ്യൂസിക് സിസ്റ്റവും പല രീതിയിൽ അഭിഷേകങ്ങൾ വർദ്ധിപ്പിക്കാൻ നോക്കുന്നു. ഒരു കാര്യമില്ല. അത് കുറച്ചാൾ ഇവരെങ്ങനെ പോയിക്കൊണ്ടിരിക്കും, ആൾക്കാർ കൂടും, പക്ഷെ അഭിഷേകവും രോഗശാന്തി ശുശ്രൂഷ അഭിഷേകവും കർത്താവിന്റെ സാന്നിധ്യം ഇല്ല. കർത്താവിന്റെ സാന്നിധ്യം അത് ബാൻഡ് സെറ്റിലും പ്രത്യേക പുകയിലേക്കും ഒന്നല്ല വരുന്നത്. കർത്താവിന് സാന്നിധ്യം ആ ദൈവത്തോടൊപ്പം നടക്കുമ്പോൾ അത് കർത്താവിൽ നിന്ന് കിട്ടുന്നതാണ് അഭിഷേകം. ആ അഭിഷേകം കർത്താവിനോടൊപ്പം നടക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ കൃപയിലാണെന്ന് കർത്താവിന്റെ വചനം പറയുമ്പോൾ കർത്താവ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള സ്ഥലത്ത് നമ്മൾ ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ രോഗശാന്തികൾ നടക്കും, അവിടെ മാനസാന്തരം നടക്കും, റിപ്പന്റൻസ് നടക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവിടെ
അതേപോലെ തന്നെ അവിടെ നമുക്ക് ബാപ്റ്റിസങ്ങൾ നടക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെയായിരുന്നു പൗലോസ് കർത്താവിന്റെ വചനം പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ കേട്ടിയ ആൾക്കാർ ഹൃദയത്തിലേക്ക് വചനം കേട്ട് അവർക്ക് വിശ്വാസം വർദ്ധിച്ചു. അഭിഷേകത്തിന് കർത്താവിന്റെ വചനം പ്രത്യേകിച്ച് അഭിഷേകത്തിന് പ്രസംഗിച്ചു കഴിഞ്ഞാൽ വിശ്വാസം വർദ്ധിക്കും, അവർക്ക് ആത്മീയമായ ഉണർവ് കിട്ടും. അതാണ് കർത്താവിന്റെ അഭിഷിക്തന്മാരുടെ പ്രത്യേകത. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഗ്ലോറി ബി ടു ഗോഡ്. ഇത് പറഞ്ഞാലും അങ്ങനെ ഇശായി 7 പുത്രന്മാരെ ശമൂവേലിന്റെ മുമ്പിൽ വരുത്തി. എന്നാൽ ശമൂവേൽ ഈശായോട് യഹോവ ഇവരെ തെരഞ്ഞെടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. അവരെല്ലാം ഔട്ട്, വണ്ണായിട്ട് അവരൗട്ടാക്കി. ഇതല്ലോ ഹല്ലേലൂയ. ഇനിയിപ്പോ എന്ത് ചെയ്യും? അതാണ് ഇരിക്കുന്നത്. വീട്ടുകാർ ചിന്തിക്കുവോ? ദാവീദിനെ പറ്റി ചിന്തിച്ചായിരിക്കില്ല അവര് ചിന്തിക്കുന്ന കേട്ടത്തില്ല. കാരണം വെച്ചാല് വെയിലും തണുപ്പും മഴയും എല്ലാം കൊണ്ട് മരുഭൂമി ആടിനെ നോക്കുന്ന ഒരു പിച്ചക്കാരനെ കൊട്ടിരിക്കുന്ന വ്യക്തി എങ്ങനെയാ അഭിഷേകം കർത്താവ് കൊടുക്കുന്ന അവര് ചിന്തിക്കുന്നു. പക്ഷെ കർത്താവ് പറഞ്ഞു വെച്ചാല് ഫസ്റ്റ് സാമുവേൽ ചാപ്റ്റർ 16:11 വായിക്കാൻ ആഗ്രഹിക്കുന്നു. നിന്റെ പുത്രന്മാരെല്ലാവരുമായോ എന്ന് ശമൂവേൽ ചോദിച്ചതിന് അവൻ ഇനിയുള്ളതിൽ ഇളയവനുണ്ട്, ഇളയവനുണ്ട്, അവൻ ആടുകളെ മേയ്ക്കുകയാകുന്നു എന്ന് പറഞ്ഞു. ശമൂവേൽ ഈശായോട് ആളയച്ച് അവനെ വരുത്തുക. പ്രൈസ് ദി ലോർഡ്. അവൻ ആടുകളെ മേയ്ക്കുകയാണ്, മറ്റുള്ളവർക്ക് പരിപാടിയൊന്നുമില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആടിന്റെ മണവും അതേപോലെ തന്നെ ആടിനെ കൊടുത്ത് കിടന്ന് ഉറങ്ങുന്നു. ചിലപ്പോൾ ഗുളിയോ കാര്യങ്ങളോ ഒന്നും കാണത്തില്ല. അപ്പോൾ ആൾക്കാരുടെ മുമ്പിൽ ഒരു പിച്ചക്കാരനായിരിക്കാം, ഒന്നുമില്ലാത്ത വ്യക്തിയായിരിക്കാം. കർത്താവ് ഹൃദയത്തെ കാണുന്നു. ആ ദാവീദ് ദൈവ സ്നേഹമുള്ള വ്യക്തിയായിരുന്നു, ദൈവത്തെ ഹൃദയത്തിൽ ആരാധിക്കുന്ന വ്യക്തിയായിരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വർഷിപ്പ് ചെയ്യുന്ന വ്യക്തിയായിരുന്നു, നല്ല ഹൃദയമുള്ള ഒരു വ്യക്തിയായിരുന്നു. കർത്താവ് അദ്ദേഹത്തെ കണ്ടു. ഇന്ന് കർത്താവ് അതാ നോക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇത് പറഞ്ഞാൽ അവനെ വരുത്തുക, അവൻ വന്നിട്ടല്ലാതെ നാം ബന്ധിക്കിരിക്കത്തില്ല എന്ന് പറഞ്ഞു. ഫസ്റ്റ് സാമുവേൽ ചാപ്റ്റർ 16:12 ഇതിൽ പറയുന്നതെന്ന് വെച്ചാൽ 12-ാം വാക്യം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉടനെ അവൻ ആളയച്ചു, അവനെ വരുത്തി. എന്നാൽ അവൻ പവിഴ നിറമുള്ളവനും, അതാണ് അവര് മരുഭൂമിയിലാണ് കിടന്നതെങ്കിലും അതിനെക്കുറിച്ച് പറയുന്നത് വെച്ചാൽ പവിഴ നിറമുള്ളവനും സുനേന്ദ്രനും കോമളരൂപിയുമായിരുന്നു അവൻ. അപ്പോൾ യഹോവ എഴുന്നേറ്റ് ഇവനെ അഭിഷേകം ചെയ്യുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇവൻ തന്നെയാകുന്നു എന്ന് കൽപ്പിച്ചു. ഇവനാണ് എൻ്റെ അഭിഷിക്തൻ, ഇവനാണ് ഇസ്രായേലിന്റെ രാജാവായിരിക്കുന്ന വ്യക്തി, അല്ലാതെ തടിയും എടുക്കും പ്രൈസ് ദി ലോർഡ് ബാങ്ക് ബാലൻസും ഉള്ള വ്യക്തിയല്ല. പ്രൈസ് ദി ലോർഡ്, ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്ന, ഞാൻ നോക്കുന്ന അദ്ദേഹത്തിന്റെ ഹൃദയത്തെയാണ് നോക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആ വ്യക്തിയാണ് നോക്കുന്നത്. അപ്പൊ ഇവനെ അഭിഷേകം ചെയ്യുക. ഇവൻ തന്നെ യു യുവർസെൽഫ്, യു ആർ ദ ചോസൻ വൺ, യു ആർ an anointed one, യു ആർ ദ ചോസൻ ജനറേഷൻ. പ്രൈസ് ദി ലോർഡ്. അതാണ് കർത്താവ് പറയുന്നത്. നിങ്ങൾ എല്ലാവരും നല്ല കർത്താവ് പറയുന്നത് യു ആർ ദ വൺ. കർത്താവ് അഭിഷേകം ചെയ്യുന്ന ഇൻഡിവിജ്വലായിട്ട് കർത്താവ് അഭിഷേകം തരുന്നത്, എല്ലാവരുടെ അഭിഷേകം അല്ലാതെ തരുന്നത്. നമുക്ക് ഓരോരുത്തരും കർത്താവ് തരുന്നത് പ്രത്യേക ദൗത്യങ്ങൾ ചെയ്യാനായിട്ട് യുണീക്ക് അനോയിന്റിംഗ് ആണ് കർത്താവ് തരുന്നത്, ഇൻഡിവിജ്വലായിട്ടാണ് കർത്താവ് തരുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എല്ലാവരും അഭിഷേകം കിട്ടുമെന്ന് അങ്ങനെയല്ല. ഏത് പാസ്റ്റർമാരുടെ മുമ്പിൽ പോയി അഭിഷേകം കിട്ടത്തില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അത് കർത്താവിനോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ കൃപയാൽ നമുക്ക് കിട്ടുന്ന, കർത്താവിന്റെ ആ ഫേവറിനാൽ നമുക്ക് കിട്ടുന്ന ഒരു യുണീക്ക് അനോയിന്റിംഗ് ആണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതാണ് അഭിഷേകം. പ്രത്യേക കാര്യങ്ങൾ, പ്രത്യേക ദൗത്യം, പ്രത്യേക മിനിസ്ട്രിയിൽ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ദൈവ വേലയിൽ പ്രത്യേക കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് കർത്താവ് തരുന്ന ഒരു യുണീക്ക് അനോയിന്റിംഗ് ആണ്. അത് ഇൻഡിവിജ്വലായിട്ട് കർത്താവ് തരുന്നതാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഗ്ലോറി ബി ടു ഗോഡ്. ഇത് പറഞ്ഞാൽ ഫസ്റ്റ് സാമുവേൽ ചാപ്റ്റർ 16:3-13 ഇത് പറയുന്നത് 1 സാമുവേൽ 16:3-13 പറയുന്നത് വെച്ചാൽ, അങ്ങനെ ശമൂവേൽ തൈലക്കൊമ്പെടുത്തു അവന്റെ സഹോദരന്മാരുടെ നടുവിൽ വെച്ച് അവനെ അഭിഷേകം ചെയ്തു. യഹോവ പെട്ടെന്ന് അഭിഷേകം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ പോലെ തൈലക്കൊമ്പ് എണ്ണയ്ക്കെന്ന് പറഞ്ഞാൽ അതൊരു സിമ്പലാണ്. കർത്താവ് പറയുന്ന കാര്യങ്ങൾ ഒബേ ചെയ്യുന്നതിന്റെ സിമ്പലാണത്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് പറഞ്ഞ എണ്ണ തേച്ച് സൗഖ്യം കൊടുക്കാൻ, എണ്ണ തേച്ച് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പുതിയ ജെയിംസിന്റെ യാക്കോബിന്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്. എണ്ണ തേച്ചെന്ന് വെച്ചാൽ നമുക്കൊരു അഭിഷേകമുള്ള എണ്ണ തരാൻ പറയാൻ പറ്റുമോ? ഇല്ല. നമ്മൾ കർത്താവ് പറയുന്ന ഒബേ ചെയ്യുകയാണ്. ഒബേ ചെയ്യുമ്പോൾ ആ തൈലത്തിലേക്ക്, ആ ഓയിലിലേക്ക് ആ കർത്താവിന്റെ ഫേവർ നമ്മൾ ചെയ്യുമ്പോൾ നമ്മളിലേക്ക് വരികയും നമ്മൾ ഉപയോഗിക്കുന്ന വസ്തു അനോയിന്റഡ് ആയി തീരുകയും ചെയ്യും. അതാണ് പഴയ പുതിയ നമുക്കറിയാം. പത്രോസ് അപ്പോസ്തലപ്രവൃത്തി 4 അധ്യായം നമ്മൾ വായിക്കണം, അറിയാം. 3 അധ്യായം പത്രോസ് നടന്നു പോയപ്പോൾ പ്രൈസ് ദി ലോർഡ് അവിടെ എന്ന് പറഞ്ഞാലും ആൾക്കാരെ കിടത്തിയിരുന്നു. പത്രോസിന്റെ നിഴലെങ്കിലും തൊട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ സൗഖ്യം വരുമെന്ന് അനേകം ആൾക്കാർ സൗഖ്യം പ്രാപിച്ചു. ആ നിഴലിലേക്ക് കർത്താവിന്റെ അഭിഷേകം ചെന്നു, ആ ഷാഡോയിലേക്ക് കർത്താവിന്റെ അഭിഷേകം ചെന്നു. നമ്മൾ ഓയിൽ ഉപയോഗിക്കുമ്പോൾ ആ കർത്താവ് പറയുന്ന ഒബീഡിയൻസാണ് കാണിക്കുന്നത്. നമ്മൾ കർത്താവിനെ ഒബേ ചെയ്ത് അനുസരിച്ചെന്നാണ് കാണിക്കുന്നത്. അനുസരണത്തിലൂടെ അഭിഷേകം കർത്താവിന്റെ പ്രസൻസ് വരും. പ്രസൻസ് ഉള്ള സ്ഥലത്ത് അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തിയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്, ഗ്ലോറി ബി ടു ഗോഡ്. ഇത് പറയുന്നത് കഴിഞ്ഞാൽ ഫസ്റ്റ് സാമുവേൽ ചാപ്റ്റർ 16:13 ഇതിൽ പറയുന്നത് വെച്ചാൽ, ഞാൻ 5 മിനിറ്റ് ഫിനിഷ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ. ഇത് പറഞ്ഞത്, അങ്ങനെ ശമൂവേൽ തൈലക്കൊമ്പ് എടുത്ത് അവന്റെ സഹോദരന്മാരെ നടുവിൽ വെച്ചു അവനെ അഭിഷേകം ചെയ്തു. യഹോവയുടെ ആത്മാവ് വന്നു മുതൽ ദാവീദിന്റെ മേൽ വന്നു.
ശമൂവേൽ എഴുന്നേറ്റ് രാമയിലേക്ക് പോയി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യഹോവ അവനോട് അരുളി ചെയ്തെന്നാൽ, നീ പുറപ്പെട്ട് ദമേശക്കിന്റെ മരുഭൂമി വഴിയായിട്ട് മടങ്ങിപ്പോവുക. നീ എത്തുമ്പോൾ ഹസായേലിനെ അരാമിന് രാജാവായിട്ട് അഭിഷേകം ചെയ്യുക. തുടർമായിട്ട് നമുക്കറിയാം, അത് വേറെ സെക്ഷൻ പറയാനായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സെക്ഷൻ ഓക്കെ. ഗ്ലോറി ബി ടു ഗോഡ്. ഹല്ലേലൂയ. ഗ്ലോറി ബി ടു ഗോഡ്. ഹല്ലേലൂയ. ഓക്കെ. അപ്പൊ ഇതിലേക്ക് ഞാൻ ഇത്രയും പറഞ്ഞിട്ട് നിർത്താനായിരിക്കുന്നു. അഭിഷേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് ആണ്. ഇനി വരുന്ന ദിവസങ്ങളിൽ ഇന്ന് വാട്ട് ഈസ് അനോയിന്റിംഗ് എന്ന് പറഞ്ഞു. അഭിഷേകം എന്താന്ന് പറഞ്ഞു. നമുക്ക് അഭിഷേകത്തിലൂടെ നടക്കുന്ന കാര്യങ്ങൾ, അഭിഷേകമുള്ള ആൾക്കാർ, അഭിഷേകങ്ങൾ അഭിഷേകമുള്ള ആൾക്കാർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, തുടർമാനായിട്ട് ഓരോരോ സബ്ജക്റ്റുകൾ എടുക്കാണ്ടായിരിക്കുന്നു. അപ്പൊ ഇന്ന് അഭിഷേകം എന്താ നമ്മൾ പഠിച്ചു. അഭിഷേകം ഒന്നുകൂടെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. അഭിഷേകം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അഭിഷേകം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ദൗത്യത്തിൽ ഇൻ ദ ബൈബിൾ ബീങ് അനോയിന്റഡ് ബൈ ഗോഡ് മീൻസ് ബീങ് ചോസൻ ആൻഡ് എംപവേർഡ് ബൈ ഗോഡ് ഫോർ എ സ്പെഷ്യൽ പർപ്പസ്. ഇറ്റ്സ് എ ഡിവൈൻ ബ്ലെസ്സിംഗ് ദാറ്റ് ഇൻവോൾവ്സ് ബീങ് സെറ്റ് അപ്പാർട്ട് ടു ഫുൾഫിൽ എ സ്പെസിഫിക് റോൾ ഓർ മിഷൻ. ബൈബിളിൽ ദൈവത്തിൽ അഭിഷേകം ചെയ്യപ്പെടുക എന്നതിനർത്ഥം ഒരു പ്രത്യേക ഉദ്ദേശത്തിനായി ദൈവം തിരഞ്ഞെടുത്ത് അധികാരപ്പെടുത്തുക എന്നതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അല്ലെങ്കിൽ ആ പ്രത്യേക ദൗത്യത്തിന്റെ ആ പങ്ക് നിറവേറ്റാനായിട്ട് ദൈവം സെപ്പറേറ്റ് ആയിട്ട് വിളിച്ച് കർത്താവിന്റെ സ്പെഷ്യൽ അനോയിന്റിങ്, ആ കൃപ കൊടുക്കുന്ന വ്യക്തിയാണ്, അനുഗ്രഹം കൊടുക്കുന്നതാണ് പ്രൈസ് ദി ലോർഡ് വ്യക്തിക്ക്. അപ്പൊ അതിനു വേണ്ടിയാണ് കർത്താവ് അഭിഷേകം ചെയ്യുന്ന ഓരോരുത്തർ അഭിഷേകം ചെയ്തയക്കുന്നത്. അപ്പൊ നമുക്കറിയാം, അപ്പൊ നമ്മളെല്ലാവരും പുതിയ നിയമത്തിൽ ആരൊക്കെയാണ് അഭിഷേകത്തിൽ തുടർമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു. പുതിയ നിയമത്തെ അഭിഷേകത്തിന്റെ പഴയ നിയമത്തെ അഭിഷേകത്തിന്റെ ഡിഫറൻസ് എന്താണ്? പ്രൈസ് ദി ലോർഡ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ എന്തൊക്കെയാണ് ഡിഫറൻസ്? അതൊക്കെ വരും സെഷനിൽ എടുക്കാൻ ആഗ്രഹിക്കുന്നു. ആയിട്ട് എല്ലാവരും വാച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ദി സെയിം സെഷൻ വിൽ ബി ഇൻ ഇംഗ്ലീഷ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇൻ മലയാളം ആൻഡ് ഇംഗ്ലീഷ്. പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് വിൽ ബി ഇൻ മലയാളം, ഈവനിംഗ് വിൽ ബി ഇൻ ഇംഗ്ലീഷ്. സോ ലെറ്റ് us raise our hand and pray 1 minute. നമുക്കൊരു മിനിറ്റ് പ്രാർത്ഥിക്കും. പിതാവേ, നന്ദിയോടെ സ്തുതിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കർത്താവേ, എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തിയോട് കർത്താവെ ഞാൻ പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രനെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ കർത്താവിന് അഭിഷേകത്തെക്കുറിച്ച് പഠിച്ചു. കർത്താവിന്റെ അഭിഷേകത്താൽ കിട്ടുന്ന കാര്യത്തെപ്പറ്റി പറഞ്ഞു. കർത്താവെ, ഈ അഭിഷേകം എന്താണെന്ന് ഇപ്പോൾ പറയാനുള്ള കർവ് തന്നതിനോട് നന്ദി പറഞ്ഞു. എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തി ഓർത്ത് കർത്താവെ, വചനം വായിക്കുവാനും അതേപോലെ ഞാൻ വരും ദിവസങ്ങൾ ക്ലാസ്സുകൾ കേൾക്കുമ്പോൾ അഭിഷേകത്തെ നിറയാനുള്ള കുറവ് എടുക്കണം കർത്താവ്. യേശുവിന്റെ നാമത്തിൽ പുതിയ വിഷൻസ് ഉണ്ടാകട്ടെ കർത്താവ്. പുതിയ അഭിഷേകത്തിൽ എഴുന്നേൽക്കപ്പെട്ട് അങ്ങനെ ദേശം വിടുവിക്കപ്പെട്ട് അനേക രാജ്യങ്ങളെ കർത്താവിനെ അറിയട്ടെ. വിടുതൽ നടക്കട്ടെ, രോഗസൗഖ്യങ്ങൾ നടക്കട്ടെ, മാനസാന്തരങ്ങൾ നടക്കട്ടെ. അങ്ങനെ കർത്താവിന്റെ വചനം അനേക സ്ഥലങ്ങളിൽ പ്രഘോഷിക്കപ്പെടാൻ കുറവ് കൊടുക്കട്ടെ. കുറവ് കൊടുക്കുന്നതിനോട് കർത്താവെ നന്ദി പറയുന്നു. യേശുവിന്റെ നാമത്തിൽ കർത്താവ്, എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തിയോട് കർത്താവെ ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്ലൈ ദ ബ്ലഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് റൈറ്റ് നൗ. പിതാവിന്റെയും പുത്രനെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്ന നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. എവറി evil spirit attack, every witchcraft spirit, every mind blind spirit, every spirit mind controlling spirit, every spirit which is breaking our destination, in the name of Jesus Christ, apply the blood of Jesus Christ right now. Every spirit which is preventing to hear this word of God, Heavenly Father, apply the blood of Jesus Christ on them right now. In the name of Jesus Christ, apply the blood of Jesus Christ. I break that evil spirit power in the name of Jesus Christ. യേശുവിന്റെ നാമത്തിൽ കർത്താവെ അനുഗ്രഹം ഞാൻ റിലീസ് ചെയ്യുന്നു. പ്രത്യേക കൃപ ഞാൻ റിലീസ് ചെയ്യുന്നു യേശുവിന്റെ നാമത്തിൽ. In Jesus' name. Amen. Hallelujah. Glory be to God. HG Media and Leo, Thomas, Claire, Jancy, Betsy and Tom and Matthew. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇത് ഈ വീഡിയോ ഷെയർ ചെയ്യേണ്ട എല്ലാവരും ഉത്സാഹിപ്പിക്കുന്നു. ഗോഡ് ബ്ലെസ് യു. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഓക്കെ, നാളെ രാവിലെ അഭിഷേകത്തിന്റെ 2ാം സെഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു വെരി മച്ച്. ഓക്കെ.